എല്ലാവർക്കും വേ ടു സക്സസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പത്മസേനൻ. ഇന്നത്തെ ക്ലാസ് കണക്കിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കണക്കിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമായ ദശാംശ സംഖ്യകളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇതിൽ നിന്നും ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ കണക്കിലെ മറ്റ് ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള പലതരത്തിലുള്ള കണക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ദശാംശ സംഖ്യകളുടെ മുൻകാല ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളെല്ലാം ചെയ്യാം. ഇത് ഈയൊരു ഭാഗം നമുക്ക് എക്സാമുകൾക്ക് മാർക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതും അതുപോലെ തന്നെ എളുപ്പത്തിൽ നഷ്ടപ്പെടാൻ കഴിയുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ദശാംശ സംഖ്യകൾ. ഇതിൽ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് ഒഴിവാക്കാം. ദശാംശ സംഖ്യകൾ എന്താണെന്ന് നമുക്കറിയാം. ആ പേര് പോലെ തന്നെ ദശാംശം ചേർത്ത് വരുന്നത് അല്ലെങ്കിൽ പോയിൻ്റ് ചേർത്ത് വരുന്ന സംഖ്യകളാണ് ദശാംശ സംഖ്യകൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംഖ്യകളാണ് ദശാംശ സംഖ്യകൾ. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് നോക്കാം. നമുക്കെങ്ങനെ വായിക്കാം? 10.625, 10.625. അടുത്തത് 0.1234, അടുത്തത് 2.48. ഇതൊക്കെ ദശാംശ സംഖ്യകൾക്കുള്ള കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് 5 അല്ലേ? 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാം? ദശാംശ സംഖ്യകളുടെ രൂപത്തിലേക്ക് മാറ്റാം. അതായത് 5ൻ്റെ വില എന്ത് തന്നെയാണ്? 5.0 എന്നുള്ളത് 5ൻ്റെ വില തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ പൂർണ്ണസംഖ്യകളെ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയുമെന്ന് ഓർത്തോളുക. അപ്പോൾ 5നെ നമുക്ക് 5.0 എന്ന് എഴുതാം. ഇപ്പോൾ ഒരു 25 ആണെങ്കിൽ അതിന് 25.0, ഒരു 155 ആണെങ്കിൽ 155.0. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അത് ഒന്ന് ഓർത്തോടുക. നമ്മൾ മറ്റ് പല കണക്കുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ പഠിക്കുമ്പോഴല്ല ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഇത്. പൂർണ്ണസംഖ്യകളെ നമുക്ക് ദശാംശ സംഖ്യാ രൂപത്തിൽ എഴുതാൻ കഴിയുമെന്നുള്ളതൊന്ന് ഓർത്തോടുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഈ ദശാംശം കഴിഞ്ഞ് വരുന്ന സംഖ്യകൾ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10.625. അപ്പോൾ അതിൽ ഈ പോയിൻറ്റിന് ശേഷം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 625 എന്നാണ്. അപ്പോൾ നമ്മളിതൊരിക്കലും 10.625 എന്ന് വായിക്കരുത്. പോയിൻറ്റിന് ശേഷം വരുന്നവയെ നമ്മൾ അപ്പം അത് കൂട്ടി അങ്ങനെ വായിക്കരുത്. 10.625. അതുപോലെ തന്നെ 0.1234, 2.48. നമ്മളങ്ങനെ വായിക്കാൻ പാടില്ല. അപ്പോൾ ശരിക്കും ഈ പോയിൻറ്റിന് ശേഷം വരുന്ന സംഖ്യകളുടെ വില എപ്പോഴും 1ൽ താഴെയായിരിക്കും. 10.0625. അപ്പോൾ 0.625 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അല്ലെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 1ൽ താഴെയായിരിക്കും. അതുപോലെ തന്നെ 0.1234, 0.1234. അപ്പോൾ അതിൻ്റെ വില നമുക്കറിയാം, അതെന്താണ്? അത് 1ൽ താഴെയാണ്. അപ്പം 1 എന്ന് പറയുന്ന സംഖ്യയെക്കാളും കുറഞ്ഞു നിൽക്കുന്ന സംഖ്യകളായിരിക്കും എപ്പോഴും ഈ ദശാംശം കഴിഞ്ഞ് വരുന്ന സംഖ്യകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാവുള്ളൂ? ഇപ്പോൾ 10.625 ഒരിക്കലും 10.625 എന്ന് വായിക്കരുത്. പകരം 10.625 ആ ഒരു രൂപത്തിൽ മാത്രമേ വായിക്കാവുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതായത് ദശാംശ സംഖ്യയിലെ സ്ഥാനങ്ങൾ. നമ്മളിത് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേനും മാറിപ്പോവുകയൊക്കെ ചെയ്യും. അതിൽ കൂടുതലും നമുക്ക് കണക്കെന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം വരുന്ന അല്ലെങ്കിൽ ദശാംശം കഴിഞ്ഞ് വരുന്ന സംഖ്യകളുടെ കേസിലാണ്. അപ്പോൾ അതിന് മുമ്പുള്ളത് നമുക്ക് അത്രയും വിഷയം വരത്തില്ല. നമുക്ക് എന്തായാലും ആ സ്ഥാനങ്ങളൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട്. 4235.264, 4235.264. അപ്പോൾ അതിലോരോ സംഖ്യയിലെ ഓരോ അക്കങ്ങളുടെയും സ്ഥാനത്തിൻ്റെ ആ വിലകൾ എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് അത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് വലത് ഭാഗത്തേക്ക്
ഒരു കുറച്ച് സംഖ്യകളുമുണ്ട്. അതുപോലെ തന്നെ പോയിൻ്റ് കഴിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് പോയിൻറ്റിൻ്റെ ഇടത് ഭാഗത്തേക്കും കുറച്ച് സംഖ്യകളുണ്ട്. നമുക്ക് ആദ്യം ഈ ഇടത് ഭാഗം നോക്കാം. അപ്പോൾ ഈ പോയിൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇടതുവശത്തെ ആദ്യത്തെ സംഖ്യയാണ് 5 അല്ലേ? പോയിൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇടതുവശത്തുള്ള ആദ്യത്തെ സംഖ്യയാണ് 5. അപ്പോൾ 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണോ? 1 അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്താണ്. നമ്മൾ പറയുന്നതാണ് ഒറ്റ, 10, 100, 1000 അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒറ്റ അല്ലെങ്കിൽ 1ൻ്റെ സ്ഥാനത്താണ് ഈ 5 എന്ന സംഖ്യ കിടക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് ദശാംശം കഴിഞ്ഞ് ഇടതുവശത്തുള്ള രണ്ടാമത്തെ സംഖ്യ അതാണ് 3. 3ൻ്റെ സ്ഥാനം ഏതാണ്? അതായത് 10ൻ്റെ സ്ഥാനത്താണ് ആ 3 എന്ന സംഖ്യ കിടക്കുന്നത്. 10ൻ്റെ സ്ഥാനത്താണ് 3 എന്ന സംഖ്യ കിടക്കുന്നത്. അടുത്തത് ദശാംശം കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 2. 2 ഏതാണ്? 100ൻ്റെ സ്ഥാനത്താണ് 2 നിൽക്കുന്നത്. 100ൻ്റെ സ്ഥാനത്താണ് 2 നിൽക്കുന്നത്. അതുപോലെ തന്നെ ദശാംശം കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ സംഖ്യ ഇടതുവശത്തുള്ള നാലാമത്തെ സംഖ്യയാണ് 4. 4 1000ൻ്റെ സ്ഥാനത്താണ് ആ 4 കിടക്കുന്നത്. അപ്പോൾ 4 ആണെങ്കിൽ 1000, 2 ആണെങ്കിൽ 100, 3 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 1. ഒറ്റ 10, 100, 1000 പിന്നെ ഇങ്ങോട്ടങ്ങ് പോവും, 10000 അങ്ങനെ അങ്ങ് പോവും. അപ്പം അതൊന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 4235 എന്ന ആ ഒരു സംഖ്യ വന്നിരിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് 4 പറഞ്ഞു. അപ്പം 4 1000 ചേരുമ്പോൾ എത്രയായി? 4000. അതുപോലെ 100ൻ്റെ സ്ഥാനത്താണ് 2. അപ്പോൾ 2 100 ചേരുമ്പോൾ 200 അതുപോലെ 10ൻ്റെ സ്ഥാനത്താണ് 3. 3 10 ചേരുമ്പോൾ 30 അതുപോലെ 1ൻ്റെ സ്ഥാനത്താണ് 5. 5 1 ചേരുമ്പോൾ 5. അപ്പോൾ നമുക്ക് കിട്ടി 4000, 200, 30, 5. അപ്പോൾ അത് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4000 + 200 + 30 + 5 4235 എന്ന് കിട്ടി. അപ്പോൾ അതാണ് ഈ പോയിൻറ്റിൻ്റെ ഇടത് ഭാഗത്തുള്ള സംഖ്യ. അപ്പോൾ അത്രയും നമുക്ക് അധികം കൺഫ്യൂഷൻ വരത്തില്ല. ഇപ്പോൾ കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ദശാംശം കഴിഞ്ഞിട്ട് അതിൻ്റെ വലത് ഭാഗത്തേക്ക് വരുന്ന സംഖ്യകളുടെയാണ്. ഇപ്പം വലത് ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 0.264 അപ്പോൾ അതിൽ പോയിൻ്റ് കഴിഞ്ഞ് വലതുവശത്തുള്ള ആദ്യ സംഖ്യയാണ് 2. അപ്പോൾ ആ 2ൻ്റെ സ്ഥാനം അല്ലെങ്കിൽ 2 ഏത് സ്ഥാനത്താണ് 2 നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ്? 1/10. 1/10ൻ്റെ സ്ഥാനത്താണ് ഏത് നിൽക്കുന്നത്? 2 നിൽക്കുന്നത്. അതുപോലെ 6 നോക്കുവാണെങ്കിലോ 1/100 1/100ൻ്റെ സ്ഥാനത്താണ് 6 നിൽക്കുന്നത്. 4 ആണെങ്കിലോ 1/1000 അല്ലെങ്കിൽ 1/1000ൻ്റെ ഭാഗത്താണ് 4 നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില എങ്ങനെ വരുമെന്ന് നോക്കാം. ഇപ്പോൾ 2 നിൽക്കുന്നത് 1/10ൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞു. അപ്പം നമുക്കതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റാം? ഇവിടെ സംഖ്യ 2 ആയതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാം? 2/10. 2 ആയതുകൊണ്ട് നമുക്ക് 2/10 എന്ന് എഴുതാം. അടുത്തത് 6 നിൽക്കുന്നത് 1/100ൻ്റെ സ്ഥാനത്താണ്. ഇവിടെ 6 ആയതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാം? 6/100. അടുത്തത് 4 നിൽക്കുന്നത് 1/1000ൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്ക് 4നെ എങ്ങനെ മാറ്റി എഴുതാം? 4/1000 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ അതിൻ്റെ വില അതായത് 2/10 നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതിനൊന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ടേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാനൊന്നിവിടെ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഖ്യകളെ ദശാംശ സംഖ്യകളെയൊക്കെ 10, 100, 1000 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോഴോ ഗുണിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തുകൊള്ളുക. 2/10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 0.2 0.2 അടുത്ത 6/100 ആണെങ്കിൽ 0.06 ആണ്. 4/1000 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0.004 ആണ്. ഈ 3 സംഖ്യകളും കൂടെ കൂട്ടുന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന ഈ ഉത്തരം. അതായത് 0.2ഉം 0.06ഉം 0.004 കൂടി കൂട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഈ 0.264 എന്ന സംഖ്യ. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്ഥാനങ്ങൾ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഈ വലതു ഭാഗത്തേക്കുള്ളത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെയാണ്, ദശാംശ സംഖ്യയുടെ ഒരു അടിസ്ഥാന കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ അതൊന്ന് ഓർത്തുകൊള്ളുക. അടുത്ത ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗം തന്നെ. ദശാംശ സംഖ്യകളെ 10, 100, 1000 തുടങ്ങിയ സംഖ്യകളൊക്കെ കൊണ്ട് ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ആ സംഖ്യകളുടെ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ
സ്ഥാനങ്ങൾ എപ്പോഴും വലത് ഭാഗത്തേക്കും, ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ സ്ഥാനങ്ങൾ വലത് ഭാഗത്തേക്കുമാണ് മാറുന്നത്. അതായത് 10, 100, 1000, 10000, 1,00,000 അങ്ങനത്തെ സംഖ്യകളുമായി ദശാംശ സംഖ്യകളെ ഗുണിക്കുമ്പോൾ സംഖ്യകളുടെ സ്ഥാനം അല്ലെങ്കിൽ അതിനകത്ത് ദശാംശം എപ്പോഴും മാറുന്നത് വലത് ഭാഗത്തേക്കായിരിക്കും. അതുപോലെ തന്നെ അവ കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം മാറുന്നത് ഇടത് ഭാഗത്തേക്കും ആയിരിക്കും. അതൊന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണക്ക് നോക്കാം. ഒന്നാമത്തെ സംഖ്യ നോക്കാം. 1.25 1.25 അതിനെ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 1.25നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് 10 ആകുമ്പോഴത്തേനും നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏത് സംഖ്യയാണ് ഗുണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് 10, 100, 1000, 10000 തുടങ്ങിയ സംഖ്യകളുടെയാണ്. അത് 10ൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഖ്യകളുടെയാണ്. മറ്റുള്ള സംഖ്യകളിൽ ഇത് ഫലപ്രദമല്ല, അത് ഓർത്ത് കൊടുക്കുക. നമ്മൾ ഈ അടിസ്ഥാനമായിട്ടുള്ള 10, 100, 1000, 10000 തുടങ്ങിയ സംഖ്യകളുടെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം 10 ആണ്. അപ്പോൾ 10 ആകുമ്പോഴത്തേനും എപ്പോഴും ഒരു സ്ഥാനം മാത്രമേ മാറത്തുള്ളൂ. ഗുണിക്കുമ്പോഴാണെങ്കിലും ഹരിക്കുമ്പോഴാണെങ്കിലും 10 കൊണ്ട് ഗുണിക്കാനാണെങ്കിലും ഹരിക്കാനാണെങ്കിലും ഒരു സ്ഥാനം മാത്രമേ മാറുകയുള്ളൂ. 100 ആണെങ്കിൽ 2 സ്ഥാനം, 1000 ആണെങ്കിൽ 3 സ്ഥാനം, 10000 ആണെങ്കിൽ 4 സ്ഥാനം, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതിന് എളുപ്പത്തിൽ ഏതുകൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പോൾ അവിടുത്തെ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 10 കൊണ്ട് ഗുണിക്കാനാണെങ്കിൽ ഒരു പൂജ്യമേ ഉള്ളൂ. അപ്പം ഒരു സ്ഥാനം എങ്ങോട്ട് മാറും? വലതുവശത്തേക്ക് മാറും. ഇപ്പം നിലവിൽ ഇവിടെ ദശാംശം കിടക്കുന്നത് ഈ 1നും 2നും ഇടയ്ക്കാണ്. അതായത് 1.25 എന്ന സംഖ്യയിൽ 1നും 2നും ഇടയിലാണ് ഇവിടുത്തെ ദശാംശം കിടക്കുന്നത്. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ഒരു സ്ഥാനം വലത്തേക്ക് വരും. അപ്പോൾ എത്ര വരും? 12.5 എന്ന് വരും. അപ്പോൾ ഇവിടെ 1നും 2നും ഇടയിൽ കിടന്ന ദശാംശം 2നും 5നും ഇടയിലെത്തി. അപ്പോൾ ഒരു സ്ഥാനം വലതുവശത്തേക്ക് വന്നു. അടുത്തത് നോക്കിയേ, 1.25നെ 100 കൊണ്ട് ഗുണിക്കുന്നു. 1.25നെ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേനും എത്ര സ്ഥാനം മാറും? 2 സ്ഥാനം വലതുവശത്തേക്ക് മാറും. അപ്പോൾ നിലവിൽ ദശാംശം കിടക്കുന്ന 1നും 2നും ഇടയ്ക്കാണ്. അപ്പോൾ 2 സ്ഥാനം വലതുവശത്തേക്ക് പോകുമ്പോൾ എത്ര ആവും? ഒരു സ്ഥാനം മാറിക്കഴിയുമ്പോൾ 2നും 5നും ഇടയ്ക്കാവും. വീണ്ടും ഒരു സ്ഥാനം കൂടെ മാറുമ്പോൾ ഈ 5 കഴിഞ്ഞ് വീണ്ടും വലതുവശത്ത് വരും. അപ്പോൾ അതായത് 125, അതായത് 125.0 എന്നാണ് വരുന്നത്. നമ്മളതിനെ മാറ്റി എന്താണ് 125 എന്ന് വരും. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു 5നെ നമുക്ക് 5.0 എന്ന് എഴുതാം. അതുപോലെ തന്നെ തിരിച്ചു എഴുതാം. 5.0ന് 5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴത്തേന് എത്ര വരും? നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നത് 125.0 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 125 എന്ന് എഴുതാം. അതുപോലെ അടുത്തത് 1.25നെ 1000 കൊണ്ട് ഗുണിക്കുന്നു. 1.25നെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര സ്ഥാനം മാറും? 1000 ആകുമ്പോൾ 3 പൂജ്യം ഉണ്ട്. അപ്പം 3 സ്ഥാനം വലതുവശത്തേക്ക് മാറണം. അപ്പം 1.25 ഇൻറ്റു 1000. അപ്പം 3 സ്ഥാനം മാറുമ്പോൾ എത്ര വരും? 2 സ്ഥാനം മാറിയപ്പം എത്രയായി? 125 ആയി. അപ്പം 125.0 വരും. അപ്പോൾ ഒരു സ്ഥാനം കൂടി ഇപ്പുറത്തോട്ട് മാറുമ്പോൾ എത്രയായി? ടോട്ടൽ 3 സ്ഥാനം മാറും. അപ്പം ഇവിടുന്ന് ഒരു സ്ഥാനം കൂടി ഇപ്പുറത്ത് മാറിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പൂജ്യം ഉണ്ട്. അപ്പോൾ ആ പൂജ്യം കൂടി ഇതിനകത്തേക്ക് വരും. അപ്പം അങ്ങനെ 1250 എന്ന് കിട്ടും. അപ്പം 125നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 12.5. സോറി, 1.25നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 12.5. 1.25നെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 125. 1.25നെ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ 1250. അടുത്തത് 1.25നെ 10,000 കൊണ്ട് ഗുണിക്കുന്നു. 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 സ്ഥാനം വലതുവശത്തേക്ക് മാറണം. അപ്പോൾ 3 സ്ഥാനം മാറിയപ്പോൾ എത്ര കിട്ടി? 1250 കിട്ടി. അപ്പോൾ ഒരു സ്ഥാനം കൂടെ മാറിക്കഴിയുമ്പോൾ ഒരു പൂജ്യം കൂടി ആഡ് ചെയ്യുന്നു. അന്നേരം 12,500 എന്ന് കിട്ടുന്നു. ഇതെളുപ്പമല്ലേ? അപ്പം 10, 100, 1000, 10000 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓർത്തിരിക്കേണ്ട കാര്യം സ്ഥാനം എപ്പോഴും വലത് ഭാഗത്തേക്കായിരിക്കും മാറുന്നത്. അടുത്തത് നമ്മൾ ഹരണത്തിൻ്റെ കേസ്, അതായത് ഹരിക്കുമ്പോൾ സ്ഥാനം എങ്ങനെ മാറുന്നു, എങ്ങോട്ട് മാറുന്നു എന്നുള്ളതാണ്. അതും ഈ സംഖ്യ തന്നെ 1.25. 1.25നെ 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പം ഹരണത്തിൻ്റെ കേസിൽ എപ്പോഴും സ്ഥാനം ഇടത് ഭാഗത്തേക്കായിരിക്കും മാറുന്നത്. അപ്പം 1.25നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 ആയതുകൊണ്ട് എത്ര സ്ഥാനം മാറും? ഒരു സ്ഥാനമേ മാറത്തുള്ളൂ. അപ്പം നിലവിലിവിടെ ദശാംശം കിടക്കുന്നത് 1നും 2നും ഇടയിലാണ്. ഈ 1നും 2നും ഇടയിലുള്ള ദശാംശം അതിൻ്റെ ഇടത് ഭാഗത്തേക്ക് മാറിക്കഴിയുമ്പോൾ 1ന് മുമ്പ് വരും. അതായത് എങ്ങനെ വരും? 0.125 എന്ന് വരും. 0.125 എന്ന് വരും. അപ്പോൾ 1.25നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 0.125 എന്ന് വരും. അടുത്ത സംഖ്യ 1.25നെ
100 കൊണ്ട് ഹരിക്കുന്നു. 1.25നെ 100 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര സ്ഥാനം മാറണം? 2 സ്ഥാനം ഇടത് ഭാഗത്തേക്ക് മാറണം. അപ്പം ഒരു സ്ഥാനം മാറിയപ്പോൾ എത്ര വന്നു? 0.125 ആയിരുന്നു. 0.12 ആയിരുന്നു. 125 ആയിരുന്നു 10 കൊണ്ട് ഹരിച്ചപ്പോൾ. ഇവിടെ 100 ആകുമ്പോൾ 2 സ്ഥാനം മാറണം. അപ്പോൾ 2 സ്ഥാനം മാറി കഴിയുമ്പോൾ എത്ര പോയി? ഇതിപ്പോൾ ഒരു സ്ഥാനം മാറിയപ്പം 0.125 ആയി. അപ്പോൾ ഒരു സ്ഥാനം കൂടെ മാറുമ്പോഴത്തേനും അവിടെ വരും, ഈ 0 കൂടി ഇതിനകത്ത് വരും. അപ്പം 0.0125 എന്ന് വരും. ഈ ഒരു 0 കൂടി ഇതിനകത്തോട്ട് വരും. അപ്പം 0.0125 എന്ന് കിട്ടും. അടുത്തത് 1.25നെ 1000 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര സ്ഥാനം വരും? 3 സ്ഥാനം ഇടത്തേക്ക് മാറണം. 3 സ്ഥാനം ഇടത്തേക്ക് മാറണം. നമ്മൾ 2 സ്ഥാനം മാറിയപ്പോൾ എത്ര വന്നു? 0.0125 ആയിരുന്നു. 0.0125 ആയിരുന്നു. ഇപ്പം നിലവിൽ ഇനി ഒരു സ്ഥാനം കൂടെ മാറുമ്പോൾ നിലവിലുള്ള ഈ പോയിന്റ് നേരെ ഇപ്പുറത്ത് വരും. ഈ ഒരു 0 കൂടി ഇതിനകത്തേക്ക് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1000 കൊണ്ട് ഹരിക്കുമ്പം 0.0012 എന്ന് കിട്ടും. 0.0012 എന്ന് കിട്ടും. അപ്പോൾ അത് അത്രയാണ് ഓർക്കേണ്ട ഒരു കാര്യം. അപ്പം 10, 100, 1000 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ സ്ഥാനം വലതുവശത്തേക്കും അതുപോലെ തന്നെ ഹരിക്കുവാണെങ്കിൽ സ്ഥാനം ഇടതുവശത്തേക്കുമായിരിക്കും മാറുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അവിടെ സ്ഥാനത്തിൻ്റെ കേസിൽ എഴുതിയായിരുന്നു 1/10, 1/100. അപ്പോൾ 1/10ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ നോക്കുമ്പോഴത്തേനും 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണസംഖ്യയാണ്. നിലവിൽ ഇവിടെ പോയിൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.0 അല്ലെങ്കിൽ 1.0/10 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിലവിലുള്ള പോയിന്റ് കിടക്കുന്ന എവിടെയാണ്? ഈ 1നും 0നും ഇടയ്ക്കാണ്. അപ്പം ഹരിക്കുന്നതായതുകൊണ്ട് ഇടതുവശത്തേക്ക് വരും. അപ്പോൾ ഈ പോയിന്റ് ഈ ഭാഗത്തേക്ക് വരും. അപ്പം 0.1 എന്ന് കിട്ടും. അതുപോലെ തന്നെ 1/100 ആണെങ്കിലോ 2 സ്ഥാനം ഇടതുവശത്തേക്ക് മാറണം. ഒരു സ്ഥാനം മാറിയപ്പോൾ 0.1 ആയെങ്കിൽ ഒരു സ്ഥാനം കൂടെ മാറുമ്പോൾ എത്ര വരും? ഈ ഒരു 0 ഇതിനകത്തേക്ക് വരും. അപ്പോൾ 0.01 എന്ന് കിട്ടും. അടുത്ത ഭാഗം ദശാംശ സംഖ്യകളുടെ സങ്കലനമാണ്. അതായത് ദശാംശ സംഖ്യകൾ എങ്ങനെ നമുക്ക് കൂട്ടാം, കുറച്ച് സംഖ്യകൾ തന്നിട്ട് എങ്ങനെ കൂട്ടാം. ഇതൊക്കെ PSC ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. ദശാംശ സംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, അത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക തുടങ്ങിയവയെല്ലാം ഡയറക്റ്റ് ആ ഒരു പാറ്റേണിൽ തന്നെ PSC ചോദിക്കാറുള്ള ഒരു മോഡൽ ഭാഗമാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു കണക്ക് നോക്കാം. അപ്പോൾ അതായത് 4 സംഖ്യകളുണ്ട്. ഒന്നാമത്തത് 4.246 4.246 പ്ലസ് 0.02 പ്ലസ് 12.26 പ്ലസ് 1.2. അപ്പോൾ ഈ 4 സംഖ്യകൾ നമുക്ക് എങ്ങനെ കൂട്ടാം? അപ്പോൾ നമ്മൾ സങ്കലനത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ വ്യവകലനത്തിൻ്റെ സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥാനങ്ങൾ നമ്മൾ ഇതുപോലെ എഴുതി കൂട്ടുമ്പോൾ സ്ഥാനങ്ങൾ മാറിപ്പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരം മാറിപ്പോകും. നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ സ്ഥാനം മാറിപ്പോവാതെ എഴുതി വേണം കൂട്ടാൻ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, അവിടെ ഒന്ന് എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ആദ്യത്തെ സംഖ്യ 4.246 4.246. അപ്പോൾ അതാദ്യം അങ്ങനെ എഴുതി. ഇനി അടുത്ത സംഖ്യ എഴുതുന്നു. അടുത്ത എന്താണ്? 0.02. അപ്പോൾ ആ സംഖ്യ നമ്മൾ ആദ്യത്തെ സംഖ്യയുടെ താഴെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിൻ്റ് രണ്ടും ഒരുപോലെ വരണം. പോയിൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകൾ, അതായത് ആദ്യത്തെ സംഖ്യയിൽ പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള സംഖ്യ അല്ലെങ്കിൽ പോയിൻറ്റിൻ്റെ ഇടതുഭാഗത്തുള്ള സംഖ്യ 4ആണ്. രണ്ടാമത്തെ സംഖ്യയിൽ പോയിൻറ്റിൻ്റെ ഇടതുഭാഗത്തുള്ളത് 0ആണ്. അപ്പോൾ ആ 4ഉം 0ഉം ഒരേ ലൈനിൽ തന്നെ വരണം. അല്ലെങ്കിൽ ആ 4ന് തൊട്ട് താഴെ തന്നെ 0 വരത്തക്ക രീതിയിൽ വേണം എഴുതാൻ. അതുപോലെ തന്നെ വലത്തോട്ട് വരുന്ന കേസും അങ്ങനെ തന്നെയാണ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സംഖ്യ 2ആണ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ സംഖ്യ 0ആണ്. അപ്പോൾ ഈ 2ന് നേരെ താഴെ വരണം ഈ ഒരു 0. അപ്പം 4ന് താഴെ 0 വന്നു, 2ന് താഴെ 0 വന്നു, അടുത്ത 4ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 4, ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 2. അപ്പോൾ ആ 4ന് താഴെ 2 വന്നു. അപ്പോൾ ഇവിടെ 6ആണ്. ഇവിടെ വേറെ പുതിയ സംഖ്യകളൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 0 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 6ന് താഴെ 0 വന്നു. അതുപോലെ അടുത്ത സംഖ്യ അതിന് താഴോട്ട് കൂട്ടി എഴുതുക. അപ്പോൾ പോയിൻറ്റിന് തൊട്ട് മുമ്പ് ഉള്ള സംഖ്യ 2ആണ്. ആ 2 വേണം 0ന് തൊട്ട് താഴെ വരാൻ. അടുത്തത് 2, 12ൻ്റെ 2 ഇവിടെ എഴുതി 1 ഇപ്പുറത്തോട്ട് മാറ്റി എഴുതുക. അപ്പോൾ 12, 2 ആ 0ന് നേരെ താഴെയായിരിക്കണം. 0.260. അതുപോലെ തന്നെ 1.2. 1 എന്ന് പറയുന്നത് എന്താണ്? പോയിൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇടത് ഭാഗത്തുള്ള സംഖ്യയാണ്. അപ്പോൾ ഈ 2ന് താഴെ 1 എഴുതി 0.2 പോയിൻ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സംഖ്യയായിട്ട് എഴുതി. പിന്നെ അവിടെ ഗ്യാപ്പ് ആയതുകൊണ്ട് 2
0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 4.246 0.020 12.260 1.200. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ കൂട്ടുന്ന പോലെ ഇത് കൂട്ടുക. ഇത് കൂട്ടുമ്പോഴത്തേനും 6 വരും. ഇത് കൂട്ടുമ്പോഴത്തേനും 6 8 4 12 ശിഷ്ടം 1 വരും. ഇത് കൂട്ടി കഴിയുമ്പോൾ ഇവിടെ 7 വരും. 0.17. അപ്പോൾ 17.764 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടുമ്പോഴാണെങ്കിലും കുറയ്ക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് സംഖ്യ എഴുതുമ്പോഴത്തേനും പോയിൻ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പോയിൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകൾ അത് മുകളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടോ, മുകളിലത്തെ സംഖ്യ എങ്ങനെ എഴുതിയിട്ടുണ്ടോ അതേ പാറ്റേണിൽ തന്നെ അല്ലെങ്കിൽ അതേ ഓർഡറിൽ തന്നെ താഴോട്ടും എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് സങ്കലനത്തിൻ്റെയും വ്യവകലനത്തിൻ്റെയും കേസിലുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമുക്ക് ദശാംശ സംഖ്യകൾ കൂട്ടാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അതിനെ നമ്മൾ കുറയ്ക്കുന്നതാണ്. അപ്പോൾ കുറയ്ക്കാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ അതിനകത്തുള്ള 2 സംഖ്യകളാണ് തന്നെ എടുത്തേക്കുന്നത്. 12.26 4.246. അപ്പോൾ ഇത് കുറയ്ക്കാനും എന്താണ്, ഞാനിവിടെ ആദ്യം വലിയ സംഖ്യയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറയ്ക്കാൻ നമ്മൾ സാധാരണ കുറയ്ക്കുന്നത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ആയതുകൊണ്ട് വലിയ സംഖ്യ ആദ്യം എടുത്തിരിക്കുന്നു, ചെറുത് രണ്ടാമത് എഴുതിയിരിക്കുന്നു. മറ്റേടത്ത് കൂട്ടുന്നതായതുകൊണ്ട് ഡിസോർഡർ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ആദ്യത്തെ സംഖ്യ 12.26 ഉള്ളതുകൊണ്ട് എന്താണ്, ഞാൻ ഒരു 0 കൂടി ചേർത്തു. ഇവിടെ 3 അക്കം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു 0 കൂടി ചേർത്തു. താഴെ എന്താണ് 4.246. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8.014. നമ്മളിത് നേരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കുറച്ചാൽ മതി. അപ്പം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം നോക്കുക, എന്താണ് കറക്റ്റ് സംഖ്യകൾ കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് ലൈനിൽ എഴുതാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരം മാറിപ്പോവും. ഇതാണ് സങ്കലനത്തിൻ്റെയും വ്യവകലനത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ദശാംശ സംഖ്യകളുടെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ ദശാംശ സംഖ്യകൾ അവയുടെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ സ്ഥാന വിലകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ദശാംശ സംഖ്യകളെ 10, 100, 1000, 10000 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ആ സംഖ്യകളുടെ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ദശാംശ സംഖ്യകൾ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പം ഇതിൻ്റെ അടുത്ത സെക്ഷൻ ക്ലാസ്, അതായത് പാർട്ട് 2 ക്ലാസ്സിൽ ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവും അതുപോലെ തന്നെ ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ, ക്യൂബ് തുടങ്ങിയവ എങ്ങനെ നമുക്ക് കാണാമെന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.